കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊച്ചു വീഡിയോ കേട്ടോ. നല്ല കാലാവസ്ഥ, പിന്നെ ചെറിയ കാറ്റ് വീശുന്നുണ്ട്. മലയിലൊക്കെ കാറ്റ് വീശുന്ന ഒച്ച കേൾക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ പരിപാടി എന്തായിരുന്നെന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ നമ്മൾ ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന കാപ്പിക്കുരു പിന്നെ നമ്മളൊരു പടുതാക്കി വിരിച്ചിട്ട് അവിടെ ഇട്ട് ഉണക്കാനായിട്ട് 2 വെയിൽ, ശരിക്കും 2 or 3 വെയിൽ കൊണ്ടാൽ മതി കേട്ടോ, ശരിക്കും ഉണങ്ങും. ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ ഉരളിനകത്തിട്ട് കുത്തിയിട്ട് പിന്നെ അതിൻ്റെ തൊണ്ടെല്ലാം വേർതിരിക്കും. എന്നിട്ട് പണ്ടെന്നായിരുന്നറിയാം ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇതിൻ്റെ തൊണ്ട് കുത്തുന്ന തൊണ്ടില്ല, അതെടുത്ത് വെക്കും. അതെടുത്ത് വെച്ചിട്ട് കോഴിയൊക്കെ പണ്ടൊക്കെ നമ്മൾ പൊരുന്ന വെക്കും. അന്നേരം ഇപ്പോൾ അതിന് മുട്ടയ്ക്കൊക്കെ ചൂട് കിട്ടാനായിട്ട് അതിനെ കൊട്ടയ്ക്കകത്തോട്ട് ഇതിൻ്റെ തൊണ്ട് എടുത്തിടും. എന്നിട്ട് നമ്മൾ കോഴി വരുന്ന മുട്ട കൊണ്ടുപോയി വെച്ചിട്ട് അതിനകത്ത് കോഴിയെ വെച്ച് അടയിരുത്തുമായിരുന്നു. അപ്പോൾ ഇതിന് നല്ല ചൂടല്ലേ. പിന്നെ ഇതൊക്കെ കുത്തി പെറുക്കിയിട്ട് നമ്മൾ ഓട്ടുചട്ടിക്കകത്തിട്ട് വറുത്തിട്ട് പിന്നെ അതുകൊണ്ട് കുത്തി തെള്ളി പെറുക്കി എടുത്തായിരുന്നു നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ആക്കുന്നത്. അതിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് ആ കാപ്പിപ്പൊടിക്കൊക്കെ. ഇന്ന് നമ്മൾ എല്ലാം കടയിൽ നിന്ന് മേടിക്കുമല്ലേ. കണ്ടോ, 2 ദിവസം മലയിൽ പോയിട്ട് പറിച്ചുകൊണ്ട് വന്ന കേട്ടോ. ഞങ്ങൾക്ക് അവിടെ കാപ്പിക്കുരു ഉണ്ടായിരുന്നു, ഒത്തിരി പോയി. ഞങ്ങൾ പണിയൊക്കെ അല്ലായിരുന്നു അന്നേരം, പിന്നെ പണിത്തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാൻ നേരം കിട്ടിയില്ല. 2 ദിവസം പോയി മെനക്കെട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പോയി പറിച്ചെടുത്തുകൊണ്ട് വന്ന കേട്ടോ. കണ്ടോ, ഇതിന് 2 വെയിൽ കൊണ്ടാൽ മതി. കണ്ടോ, ഇന്ന് കാറ്റും ഉണ്ട് കേട്ടോ, നല്ല കാറ്റാട്ടോ. അതുകൊണ്ട് നമുക്ക് ചൂടറിയത്തില്ല കേട്ടോ, കാലാവസ്ഥയ്ക്കൊരു മാറ്റം. ഇതെൻ്റെ പാവല കേട്ടോ. പാവലയിൽ കണ്ടോ പാവയ്ക്ക കിടക്കുന്നുണ്ടോ. പാവലെല്ലാം പോയി. ഇവിടെ എല്ലാം പയറും പന്തലൊക്കെ ഉണ്ടായിരുന്നല്ലേ, എല്ലാം പോയി. ഇപ്പോൾ പാവലിന് മാത്രം ഒരു ചെറിയ പച്ചപ്പുണ്ടേ, ബാക്കിയെല്ലാം പോയി. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞൊരു പന്തലെ കൂടെ കിടക്കുന്നത്ര ചെറിയ പാവയ്ക്ക കേട്ടോ. കുറച്ചൊക്കെ കേടായി പോയി. കണ്ടോ, കുഞ്ഞ് പാവയ്ക്കായ. പയർ മൊത്തം പോയി പന്തലിൽ നിന്ന്. പിന്നെ അങ്ങനെ കാപ്പിക്കുരുവൊക്കെ വെയിലത്തിട്ട് ഇനി ഉണക്കിയെടുക്കണം. പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ? എല്ലാം പോയി കേട്ടോ, ചെടിയും എല്ലാം പോയി ഈ വെയിലിന് ചൂട് കാരണം. ഇന്ന് ഈ ചെടിയിൽ പൂവുണ്ട് കേട്ടോ, കണ്ടോ. എനിക്കിഷ്ടമുള്ളൊരു പൂവായത്. ഈ ചെടിയെന്ന് വെച്ചാൽ ഇതെനിക്ക് എൻ്റെ അമ്മച്ചി തന്നതാട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതിവിടെ കൊണ്ടുപോയി നട്ട്. അന്നും അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. പാവം തൊഴിലുറപ്പിനോ ഇവിടെ എങ്ങാണ്ട് പോയിട്ട് വന്നപ്പോഴത്തേന് ഒരു വീട്ടിൽ നിന്ന് കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണൊക്കെ ഇട്ട് നിറച്ച് അത് അവിടെ നട്ട് വളർത്തി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേന് എനിക്ക് തന്നു വിട്ടതാട്ടോ. അത് ഇത്രയായി. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ അതൊരു വലിയ മരം പോലെയായി. അതുകൊണ്ട് എന്നും ഓർക്കാനായിട്ട് ഞാൻ ഇതിന് എന്നും വെള്ളം ഒഴിക്കും കേട്ടോ. എന്നാലും ഇതിന് ഒത്തിരി വെയിൽ പറ്റത്തില്ല, എന്താണെന്നറിയത്തില്ല. വെയിലിൻ്റെ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നേ ഈ കമ്പ് 2 ഉണങ്ങിപ്പോയി. അത് ഞാൻ എന്നാലും വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിക്കുന്നുണ്ട്. കാറ്റുള്ളതുകൊണ്ടേ എൻ്റെ റോസപ്പൂവൊക്കെ കണ്ടോ, കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ വിജയം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ.